ഗായ്സ്, വെൽക്കം ബാക്ക് ടു സൈനാസ് ഡെയിലി ഡിലൈറ്റ്സ്. അപ്പം ഞാനിന്ന് ഈ വെയിലത്ത് എവിടെ പോകുകയെന്ന് നിങ്ങൾ ആലോചിക്കണം. വേറെ ഒന്നുമല്ല, ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിലേക്ക് കുറച്ച് പർച്ചേസ് ചെയ്യണം. നാട്ടിലേക്ക് പോകണം. ഏതൊരു പ്രവാസിക്കുള്ളതാണ് നാട്ടിലേക്ക് പോകുമ്പോൾ പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഒരു മാസം 2 മാസം മുന്നേ ടിക്കറ്റ് എടുക്കാതെ പർച്ചേസിങ് എങ്ങനെയായാലും കഴിയില്ല. അത് ജെൻസിന് പറഞ്ഞാൽ ജസ്റ്റ് 2-3 സാധനം വാങ്ങും. പക്ഷെ നമ്മൾ ലേഡീസിന് എന്താ വെച്ചാൽ എത്ര സാധനം വാങ്ങിയാലും വെക്കൂല. ആകെ ഉണ്ടാവണത് പറഞ്ഞാൽ ഒരു 30 കിലോ ലഗേജ് ഉണ്ടാവും, 7 കിലോ ഹാൻഡ് ബാഗ് ഉണ്ടാവും. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആയില്ലല്ലോ പറഞ്ഞാണ്ട് ഇനി ഉണ്ടല്ലോ വെയിറ്റ് ചെയ്ത് അത്ര വാങ്ങിയില്ലല്ലോ ചേർത്ത്. എന്നാലും നമ്മൾ എത്ര വാങ്ങിയാലും നമ്മൾ വെയിറ്റ് ഉണ്ടല്ലോ വരും. ലാസ്റ്റ് സമയത്ത് എന്തുണ്ടാവും, എല്ലാ സാധനം വാങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും 30 കിലോൻ്റെ ഏറെ കയറും. അത് ചിലപ്പോൾ 40 ആവാം, 45 ആവാം. ലാസ്റ്റ് വെച്ചാണ്ട് ഒന്നും ഒഴിവാക്കാനും പറ്റില്ല, തെറ്റ കൊണ്ടുപോകും വേണം തന്നെ അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ പ്രവാസികൾ. അപ്പോൾ ചെറിയ ഷോപ്പിങ് ചെയ്യാന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകാൻ ഇനിയും ദിവസമുണ്ട്. അതിന് മുന്നേ കുറച്ച് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നാൽ നമുക്ക് ഒരു സെറ്റാണ്. അപ്പോൾ അതിന് പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ് കയറി മെട്രോ കയറിയിട്ട് വേണം പോകാൻ. ഓക്കെ, അപ്പോൾ നേരെ ബസ് കേട്ടോ. ബസ് കാത്തുനിന്നപ്പം 1/2 മണിക്കൂർ ടൈം എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനും നല്ലത് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മൾ റാഷിദിയ മെട്രോ സ്റ്റേഷനിലെത്തുക. അതായത് സെൻട്രൽ പോയിന്റ് മെട്രോ സ്റ്റേഷനിലെത്തുക. അപ്പോൾ അതിന് ഷോർട്ട് എന്താ വെച്ചാൽ നേരെ യൂണിയൻ കൂപ്പ് കയറുക. യൂണിയൻ കൂപ്പിൻ്റെ സൈഡിലൊരു KFC മാമൻ്റെ ഷോപ്പുണ്ട്. ആ സൈഡിൽ കൂടെ ഇങ്ങനെയാണ് പോകുന്നത്. പോലീസ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ് എത്തും. ഇതെല്ലാം നേരെ നോക്കിയാൽ കാണുന്നതാണ് നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് റാഷിദിയയിലുള്ള. അപ്പോൾ എന്താ നമുക്ക് ഷോർട്ടാണേനും ഇതിലൂടെ ജസ്റ്റ് ഒന്ന് നടന്നാൽ മാത്രം മതി. അത്ര പറഞ്ഞാൽ വെയിലില്ല, കാരണം എന്നാൽ വെയിൽ സ്റ്റാർട്ടാവണേ ഉള്ളൂ. തണുപ്പ് കഴിഞ്ഞിട്ട് വെയിൽ സ്റ്റാർട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ് മാക്സിമം മതി. 10 മിനിറ്റ് വേണ്ട, അതിനുള്ളിൽ നമുക്ക് മെട്രോ സ്റ്റേഷൻ നേരെ എന്ത് ചെയ്യുക, യൂണിയൻ കൂപ്പ് കയറി അവിടുന്ന് KFC മാമൻ്റെ ഷോപ്പിൻ്റെ സൈഡിൽ കൂടെ ഒരു ഷോട്ട് ഉണ്ട്, അതായത് പോലീസ് സ്റ്റേഷൻ്റെ ബാക്ക് സൈഡായിട്ട്. അങ്ങനെ പോന്നിട്ട് നേരെ ലുലുക്ക് നമ്മൾ ടച്ച് ചെയ്യും. ടച്ച് ചെയ്തിട്ട് ലുലുവിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെട്രോ സ്റ്റേഷനിലേക്കുള്ള ചെറിയ റോഡുണ്ട്. അപ്പോൾ അതിലെ പോവുകയാണെങ്കിൽ നമുക്ക് നേരെ മെട്രോ പിടിക്കാം. ജസ്റ്റ് പറഞ്ഞാൽ 10 മിനിറ്റ്. പക്ഷേ എന്താ വെച്ചാൽ ഈ വെയിൽ ടൈമിൽ പറഞ്ഞാൽ ഇതിൽ കൂടെ നടക്കാൻ പറഞ്ഞാൽ ഭയങ്കര പ്രയാസം കേട്ടോ. ഇപ്പം അത്ര വെയിലില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ 1/2 മണിക്കൂറോളം ബസ്സിന് വെയിറ്റ് ചെയ്യണമെന്ന് കാണിച്ചിട്ടുണ്ട്. നോർമലി പറഞ്ഞാൽ അത്ര ഇല്ല. ബസ് ടൈം പറഞ്ഞാൽ എല്ലാ ടൈമും 50 മിനിറ്റിൽ ബസ് ഉണ്ട്. പക്ഷെ ഇപ്പം എന്താവും 1/2 മണിക്കൂർ കാണിച്ചുകൊണ്ട് പിന്നെ നടക്കാമെന്നുള്ളൊരു പ്ലാനിലുണ്ട് കേട്ടോ. നമുക്ക് നേരെ മെട്രോ സ്റ്റേഷനിൽ കയറാം. ഏകദേശമൊക്കെ ലുലുവിൻ്റെ ബാക്ക് സൈഡ് എത്താനായിട്ടോ. നമ്മളെ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടോ. ഇനി ഇതാണ് മെട്രോ ബസ് സ്റ്റോപ്പ്. നേരെ ഉള്ളിൽ കയറുക, മെട്രോ കയറുക. അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങി നേരെ ഡേ സ്റ്റാർ ഡേ ടു ഡേ ഇവിടെയാണ് നമ്മളുള്ളത്. ബേബി ഡോളുള്ള ബാഗിനൊക്കെ പറഞ്ഞാൽ 29 ദിറംസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിലതിന് പറഞ്ഞാൽ 26 ദിറംസും ഉണ്ട്. പക്ഷെ നല്ലൊരു ഓഫറായിരുന്നു. ചില ഷോപ്പിൽ പറഞ്ഞാൽ ഭയങ്കര വില ആയിരുന്നു, പക്ഷെ നല്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു. നാട്ടിലൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ കുറച്ച് ഡ്രസ്സ് കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഈ ഹണി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾ നോക്കി. അപ്പോൾ അതിൽ ഒരുപാട് വിലക്കുറവ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഡേ സ്റ്റാറിൽ. നമ്മൾ ചായ കുടിക്കാൻ പോവാട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആബ്ര ഏറിയിട്ട് നേരെ പോകട്ടോ. ഈ ഗുബൈബേന്ന് ആബ്ര കയറി ഓപ്പോസിറ്റ് അറിയുമ്പോൾ നമ്മളെ ബനിയാസ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എത്തും. അപ്പോൾ നമുക്ക് ആബ്ര കയറുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. എന്താ അറിയില്ല, മനസ്സ് ഭയങ്കര സുഖം. കായലിലൂടെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ നേരെ ഞാൻ ബനിയാസിലെത്തി. ബനിയാസിലുള്ള ഡ്രീം ലാൻഡിലെത്തി. ഇവിടെയും ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ആവശ്യമുള്ള അങ്ങനെ സ്കൂളിലേക്കുള്ള ഐറ്റംസാണ് ഞാൻ മാക്സിമം നോക്കിയത്. കാരണം കഴിഞ്ഞ ഇതിലൊക്കെ പോകുമ്പോൾ പറഞ്ഞാൽ ചോക്ലേറ്റ് അങ്ങനത്തെ. ഇപ്പോൾ ഇപ്രാവശ്യം സ്കൂളിലേക്ക് അങ്ങനത്തെ യൂസ് ചെയ്യാൻ പറ്റിയ തിങ്സ് ആയിട്ട് എടുക്കാൻ വിചാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ കുട്ടികൾക്ക് കുറച്ച് ടോയ്സ് എടുത്തു. അതിനുശേഷം സ്കൂളിലേക്കുള്ള ഐറ്റംസാണ് മാക്സിമം ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കൊക്കെ ഉള്ള അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഫാമിലിക്ക് കുറച്ച് ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി. നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ ഡ്രീം ലാൻഡിൽ.
അങ്ങനെ അവിടെ നിന്ന് അതാ പർച്ചേസൊക്കെ കഴിഞ്ഞാണ്ട് നേരെ ഞാൻ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇനിയുണ്ട് കുറച്ച് പർച്ചേസ്. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ്. കാരണം എന്താ വെച്ചാൽ പർച്ചേസ് നാട്ടിലേക്ക് ഇനി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്.